വനംവകുപ്പിന്റെ തിരച്ചിൽ തുടരുന്നതിനിടെ വയനാട് അമരക്കുന്നിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കടുവയുടെ ആക്രമണമുണ്ടായി. തുപ്ര സ്വദേശി ചന്ദ്രൻ പെരുമ്പറമ്പലിന്റെ ആടിനെ ഇന്നലെ രാത്രി കടുവ കടിച്ചു കൊന്നു. കടുവയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ജനങ്ങൾ ഭീതിയിലാണ്. സുർജിത്ത് അയ്യപ്പത്ത് പുൽപ്പള്ളിയിലെ അമരക്കുന്നിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദൗത്യ സംഘം നിൽക്കുന്നതിന് വളരെ അടുത്തുള്ള ഒരു ആടിനെയാണല്ലോ ഈ കടുവ കടിച്ചു കൊന്നത്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഭീതിയും ടെൻഷനും ഉണ്ടാകും. ഇപ്പൊ എന്താണ് അവിടെ നടക്കുന്ന വിവരങ്ങൾ? ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ്. ഇത് തൂപ്രയിലാണ് ഇദ്ദേഹത്തിന്റെ ആടിനെ ഈ കടുവ കടിച്ച് കൊന്നിരിക്കുന്നത്. നേരെ ഇദ്ദേഹത്തിൽ ചന്ദ്രൻ ചേട്ടൻ എന്നാണ് പേര്. എന്താണ് സംഭവിച്ചത് ചേട്ടാ? 11:45 ഞങ്ങൾ കിടന്നായിരുന്നു. അപ്പോൾ വൈഫ് ഇവിടെ TV കണ്ടിരിക്കും, വാർത്ത. അപ്പോൾ കടുവേനെ പിടിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം അറിഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ കണ്ടു. മുട്ടൻ 2 ആട്. അപ്പം തന്നെ എത്തി. മുറിയിൽ കാത്തിരുന്നു. കിട്ടിയില്ല. 2 പ്രാവശ്യം വന്നു, പക്ഷെ കിട്ടിയില്ല, വെടിവെക്കാൻ കിട്ടിയില്ല. 2 തവണ ഇവിടേക്ക് ഈ പരിസരത്തേക്ക് 2 പ്രാവശ്യം മുറ്റത്ത് വന്നു. 1 പ്രാവശ്യം ഇവിടുന്ന് ഇത് വലിച്ച് അവിടെ ഇട്ടു. അപ്പോഴും കയറ് കാരണം കൊണ്ടുപോകാൻ പറ്റിയില്ല. 2ാം ട്രിപ്പ് അവിടം വരെ വന്ന് തിരിച്ചുപോയി. അങ്ങനെ ഇതിന് ശേഷം 2 തവണ വന്നു എന്നുള്ളതാണ് പറയുന്നത്. എസ്കേൻ ഈ അമരക്കുനി എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ആടിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് തൊട്ടരികിൽ, അതായത് കൂടിൻ്റെ തൊട്ടരികിൽ തന്നെ ഈ ആടിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതാണ് ഈ ആടാണ്, ഒരു മുട്ടനാടാണ്. ആ മുട്ടനാടിനെ കടിച്ചു കൊന്നിരിക്കുകയാണ്. തുടർച്ചയായി 3ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ കടുവയുടെ ആക്രമണം ഈ ആടുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ മൊത്തം ഒരാഴ്ചക്കിടെ 5 ആടുകളെ ഇതുവരെ കടുവ കൊന്നു. ആദ്യം നാരകത്തറയിൽ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ആളുടെ ആടിനെ കൊന്നു. അതിനുശേഷം രതികുമാർ എന്ന ആളുടെ ആടിനെ കൊന്നു. പിന്നീട് അത് കേശവൻ എന്ന് പറയുന്ന ഒരാളുടെ, അത് ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് കേശവൻ്റെ വീടുള്ളത്. ഏതാണ്ട് 500 മീറ്റർ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. ആ ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് കേശവൻ്റെ ആടിനെ. അതിനുശേഷം ഇന്നലെ ആണ് ബിജുവിൻ്റെ ആടിനെ കൊന്നിരിക്കുന്നത്. ബിജുവിൻ്റെ ആടിനെ കൊന്നതിന് ശേഷം ഏതാണ്ട് 24 മണിക്കൂർ പിന്നീട് മുമ്പാണ് ഇവിടെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ വീട്ടിലെ ആടിനെ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ആട്ടിൻകൂട്ടിൽ നിന്ന് വലിച്ച് എടുത്ത് കൊണ്ടുപോയി നേരെ ഇവിടെ പുറത്തേക്ക് ഇട്ടത്. 2 തവണ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ എയിം ചെയ്യാൻ വേണ്ടി, അതായത് ഇതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടി ഇവിടെ കാത്തിരുന്നു. പക്ഷേ എന്നിട്ട് പോലും കിട്ടിയില്ല. ഡോക്ടർ രാജേഷ് മോഹൻദാസും സംഘവുമാണ് ഇവിടെ കാത്തിരുന്നത്. പക്ഷേ കിട്ടിയില്ല. 2 തവണ എത്തിയെങ്കിലും തക്കത്തിൽ കിട്ടാത്ത അതുകൊണ്ട് തന്നെ കടുവ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഈ ബിജുവിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് ഈ കടുവ വന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അല്ലെ? മെമ്പർ ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടുത്തെ അവസ്ഥ വളരെ ആശങ്കയാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ 5 ആടുകളെ കൊന്നൊടുക്കി കഴിഞ്ഞു. ഇവിടുത്തെ ആട് കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം അടിയന്തരമായിട്ട് കടുവയെ പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആളുകൾ വളരെ രോഷാകുലരാണ്. പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാം എന്നുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത നടപടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കടുവയെ ഒന്നല്ലെങ്കിൽ കൂട്ടിക്കയറ്റുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക. ആ ഒരു നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. ഇതാണെങ്കിൽ ആടിനെ മാത്രമാണ് തിന്നുന്നുള്ളൂ. ആടിനെ മാത്രമേ ലൊക്കേറ്റ് ചെയ്ത് വന്ന് ആടിനെ മാത്രം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 1.5 കിലോമീറ്റർ മാറിയിട്ടാണ്, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1.5 കിലോമീറ്റർ മാറി വന്നിട്ടാണ് ആടിനെ വീണ്ടും പിടിച്ചിട്ടുള്ളത്. അതായത് ആട് മാത്രം നോക്കി. അപ്പോൾ വളരെ ക്ഷീണിതനാണ്. വലിയ മൃഗങ്ങളെ പിടിക്കാൻ സാധിക്കില്ലാത്ത കടുവയായതുകൊണ്ട് ആടിനെ മാത്രം പിടിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതിനെ നമുക്ക് പിടിക്കാം എന്നാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. അപ്പോൾ വനംവകുപ്പ് നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണം. ഇതാണ് ആടിനെ മാത്രം പിടികൂടുന്ന ഒരു കടുവ. മറ്റൊരു മൃഗങ്ങളെയും അത് വേട്ടയാടുന്നില്ല. പശുവിനെയൊന്നും വേട്ടയാടുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ അനാരോഗ്യമാകാം അങ്ങനെ ഉള്ള കാരണം എന്നുള്ളത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാകാം, അതുകൊണ്ടാകാം ഈ ചെറിയ മൃഗങ്ങളെ മാത്രം വേട്ടയാടുന്നത്. അതിൽ ആടിനെ മാത്രമാണ് കേരളത്തിൻ്റെ ഡാറ്റാ ബാങ്കിലില്ലാത്ത, ഡാറ്റ ലിസ്റ്റിലില്ലാത്ത ഒരു കടുവയാണിത്. ഒരുപക്ഷെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന കടുവയാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക ഏറുന്നതും. ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന
കഴിയുന്നുണ്ടെങ്കിലും ഇതിനെ മയക്കുവെടി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതായത് ഒരാഴ്ചക്കിടെ 5ാമത്തെ ആട്. സ്വാഭാവികമായും അങ്ങനെ ഓരോ ക്ഷീരകർഷകരുള്ള മേഖലയാണിത്, അത് കാപ്പി കർഷകരുള്ള മേഖലയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയാത്ത അവസ്ഥ, ഇവിടുത്തെ കാപ്പി പറിക്കൽ ഉൾപ്പെടെയുള്ള സീസൺ കാലഘട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിലൊന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങാൻ ഭയമുള്ള അവസ്ഥ, അങ്ങനത്തെ ഒരു വലിയ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് പ്രജീഷിൻ്റെ അനുഭവം അറിയാം. വാഗേരിയിൽ ഇതുപോലെ തന്നെ കാത്തുകെട്ടി നിന്ന് വനംവകുപ്പ് പ്രജീഷിൻ്റെ മരണത്തിന് ശേഷം ആ കടുവയെ 17ാം ദിവസമാണ് കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതുപോലെ തന്നെ ശ്രമകരമായ ദൗത്യം വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. വനംവകുപ്പ് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. DFO അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും മടങ്ങിയത്. പക്ഷേ ഇതിനെ പിടികൂടാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ കൂടി ഉണ്ട്. താങ്കൾ അവിടെ തന്നെ തുടരുക, നമ്മൾ വീണ്ടും താങ്കളിലേക്ക് വരാം. കാര്യം ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചേ പറ്റൂ, കാര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭീതി അകലില്ല.